കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന തുടരുകയാണ്. ആലപ്പുഴ കലവൂരിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്ന് മൃതശരീരം കിട്ടി എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, മൃതശരീരം കിട്ടിയോ? അവശിഷ്ടങ്ങൾ കിട്ടിയോ? മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഡിവൈഎസ്പി അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എത്തിയിട്ടില്ല. അപ്പം അത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം വന്നു കഴിഞ്ഞ് എന്താണ് ഇതിൻ്റെ കേസിൻ്റെ കാര്യം എന്നുള്ളത് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം പറയുന്നതാണ്. അല്ല, അത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിച്ചോളൂ. ഞാൻ അതിൽ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. ഇല്ല, അത് നമുക്കിപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. ജില്ലാ പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കുന്ന ഒരു കേസായി ഇത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം പിന്നെ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഇപ്പം അതിൻ്റെ നിലവിലുള്ള അവസ്ഥയും അദ്ദേഹം നിങ്ങളോട് പറയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, അത് നമ്മൾ അതിലേക്ക് വരുന്ന കേസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കണം. അതാണെന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ആകുന്നേ ഉള്ളൂ കേട്ടോ. അദ്ദേഹം പറയാം, അദ്ദേഹം വരുന്നതാണ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി. ഡിവൈഎസ്പിയുടെ പ്രതികരണമാണ് കണ്ടത്. അല്പസമയത്തിനകം ജില്ലാ പോലീസ് മേധാവി SP ഇവിടെ എത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കുഴിയിൽ നിന്ന് മൃതദേഹത്തിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് മൃതദേഹം സ്ഥലത്ത് തന്നെയുണ്ട്. ഇത് കാണാതായ സുഭദ്രയുടെ തന്നെയാണോ എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഉറപ്പിക്കേണ്ടിയിരുന്നത്.